അവിടെ തകർന്ന റോഡ് മിന്നൽ പ്രളയം കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെ തകർന്ന റോഡ് മേഘവിസ്ഫോടനം കൊണ്ടാണെന്ന് മനസ്സിലാക്കാം. എന്നാൽ ഇവിടെ കേരളത്തിലോ എടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ തകർന്ന റോഡ് അതൊരു മിന്നൽ പ്രളയം കൊണ്ടുമല്ല, അതൊരു മേഘസ്ഫോടനം കൊണ്ടല്ല, അത് കരാറുകാരൻ്റെ അനാസ്ഥ കൊണ്ടാണ് സംഭവിച്ചത്. അപ്പോൾ അതുണ്ടാക്കിയിരിക്കുന്ന ഗതാഗതക്കുരുക്കോ അതിരൂക്ഷമാണ്. ഇതിനിടയിലാണ് ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ടോൾ പിരിവ് തൽക്കാലത്തേക്ക് തടയണോ എന്നതിൽ ഹൈക്കോടതി ഇത് തീരുമാനമെടുക്കും. തീർച്ചയായിട്ടും പൊതുവികാരം തടയണമെന്ന് തന്നെയാണ് കാര്യം. മണിക്കൂറുകളോളം ഈ വരിയിൽ കിടന്ന് ഈ കുണ്ടും കുഴിയും ചാടി നടുവൊടിഞ്ഞ് ടോൾ ബൂത്തിൽ പോയി പൈസയും കൊടുത്തിട്ട് പോകണമെന്ന് പറയുന്നത് എന്ത് നീതിയാണ്? പൊതുപ്രവർത്തകനായ അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് നൽകിയ ഹർജിയിലാണ് വിധി പറയുക. അടിപ്പാത നിർമ്മാണം നടക്കുന്നത് മൂലം റോഡുകൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഗതാഗതക്കുരുക്കും ഇപ്പോൾ രൂക്ഷമാണ്. ജെയ്സൺ ചാമോളപ്പിൽ പാലിയേക്കര ടോൾ പ്ലാസയുടെ സമീപത്തുണ്ട്. ജെയ്സൺ, ഗുഡ് മോർണിംഗ് ജെയ്സൺ. ഒരുപക്ഷെ ഇന്നും കൂടി മാത്രമേ ടോൾ പിരിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അതീവ ദുഷ്കരമാണ്. മണിക്കൂറുകളോളം കുണ്ടും കുഴിയിലും ചാടി ക്യൂ നിന്ന് വരി നിന്നിട്ട് ടോളിലെത്തി അവിടെയും പൈസ കൊടുത്തിട്ട് പോകണം. നടു ഒടിഞ്ഞതിലാണോ ഈ ടോളെന്ന് കോടതി ചോദിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? ജെയ്സൺ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. എനിക്ക് പുറകിൽ കാണുന്ന ഈ ടോൾ പ്ലാസയ്ക്ക് ആ ടോൾ ബൂത്തുകൾക്ക് താൽക്കാലികമായിട്ടെങ്കിലും ഒരു വിശ്രമം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് നമുക്കും അതുപോലെ തന്നെ പൊതുജനത്തിനുമുള്ളത്. കാരണം ഇവിടെ കൊടുത്തു പോകുന്ന പൈസയ്ക്ക് തതുല്യമായ യാതൊരു സർവീസും ഈ റോഡിൽ നിന്ന് ലഭിക്കുന്നില്ല. അത് നമുക്ക് ഈ റോഡിലൂടെ യാത്ര ചെയ്താൽ, മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലൂടെ യാത്ര ചെയ്താൽ വളരെ വ്യക്തമായി മനസ്സിലാകും. 4 വലിയ കടമ്പകൾ കടന്നു വേണം നമുക്ക് എറണാകുളം ഭാഗത്തേക്കും അവിടെ തിരിച്ചു വരാനായിട്ട് പറ്റും. അത്രയേറെ ഗതാഗതക്കുരുക്കാണ്. റോഡുകളെല്ലാം തകർന്നു കിടക്കുകയാണ്. നിരന്തരമായ ആവശ്യമായിരുന്നു. ഇതിനിടയിലാണ് ഹൈക്കോടതിയിൽ പെറ്റീഷനുമായി എത്തുന്നത്. ഷാജി കോടങ്കണ്ടത്ത് പെറ്റീഷനുമായി എത്തുന്നത് 2 ആവശ്യങ്ങളാണ് പ്രധാനമായി ഉന്നയിച്ചത്. ഒന്ന്, അധികം ഇതിന് 730 കോടി രൂപയാണ് ഈ ദേശീയപാത നിർമ്മാണത്തിനായിട്ട് ചിലവഴിച്ചത്. ഇപ്പോൾ ഏകദേശം 1500 കോടി രൂപയുടെ അടുത്ത് പിരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ടോൾ പിരിവ് നിർത്തണമെന്നതാണ് പ്രധാനപ്പെട്ട ഹർജിയായിട്ട് കൊടുത്തത്. അതിന് ഉപഹർജിയായി നൽകിയതാണ്. പിന്നീട് അടിപ്പാത നിർമ്മാണം നടക്കുമ്പോൾ ഈ വഴി മുഴുവൻ ബ്ലോക്കാണ്, മുഴുവൻ റോഡ് തകർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ടോൾ പിരിക്കുന്നത് നിയമപരമായി സാധുതയില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഉപഹർജി നൽകി. ആ ഉപഹർജിയിലാണ് ഇന്ന് വിധി പറയുക. അതിൽ പ്രധാനമായും താൽക്കാലികമായി അടിപ്പാത നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ഈ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നതാണ് ആവശ്യം. അത് സംബന്ധിച്ച് കോടതി വലിയ വിമർശനങ്ങളൊക്കെ വാക്കാൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് രേഖയിൽ വരുമോ എന്നതാണ് ഏവരും പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്. ഇന്ന് 10:00 ഹൈക്കോടതിയെ സംബന്ധിച്ച ഉത്തരവ് പറയും. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് താൽക്കാലികമായിട്ട് നിർത്തുമെന്നാണ്. പക്ഷേ നമ്മുടെ കയ്യിലല്ല ഈ കാര്യങ്ങളിരിക്കുന്നത്. കോടതിയാണ് ഉചിതമായ തീരുമാനമെടുക്കേണ്ടത്. അതുണ്ടാകുമെന്ന പ്രതീക്ഷ ഏവർക്കുമുണ്ട്. എങ്കിൽ പോലും ഈ പ്രദേശം, ഈ ദേശീയപാതയിലുള്ള യാത്ര ദുരിതയാത്രയായി തന്നെ ഇപ്പോഴും തുടരുകയാണ്. അരുൺകുമാർ. ഓക്കെ ജെയ്സൺ, തുടരണം. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നത് കേൾക്കാൻ നല്ല രസം, 1 മണിക്കൂറെങ്കിലും നിർത്തിവെക്കാൻ കഴിയാത്ത കോടതിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ജനിതജയൻ. ഇല്ല ജനിതജയൻ, നമ്മൾ ആ വാർത്തയും തുടർച്ചയായിട്ട് ജെയ്സൺ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ജയചന്ദ്രൻ നമുക്ക് നൽകിയ ചില ദൃശ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോഴാണ് മണിക്കൂറുകളോളം കാത്തിരുന്നിട്ടാണ് നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തുന്നത്. അവിടേക്കാണ് ടോൾ പിരിവൻ നിൽക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, മണിക്കൂറുകളോളം ഈ കുഴിക്കിൽ കിടക്കുക, എന്നിട്ട് കുണ്ടും കുഴിയും ചാടുക, ഉള്ള നട്ടലിന് വേദന ഉണ്ടാവുക, എന്നിട്ട് ആ നട്ടലിന് വേദന ഉണ്ടാക്കിയതിനും കുരുക്കിൽ നിന്നതിനും ടോൾ കൊടുക്കുക. ഈ നമ്മുടെ നാട്ടിലല്ലാതെ വേറെ എവിടെയെങ്കിലും നടക്കും. അതുകൊണ്ട് കോടതി അനുകൂലമായ ഒരു വിധി പറയും എന്നാണ് നമ്മുടെ പ്രതീക്ഷ.